പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ LDC അപേക്ഷിക്കുന്നവരുടെ കുറച്ച് കാര്യങ്ങൾ, LDCക്ക് അപേക്ഷിക്കാൻ പോകുന്നവർ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. അപ്പോൾ LDCക്കും അതുപോലെ LP UPക്കൊക്കെ നമുക്ക് ഗ്രൂപ്പുണ്ട്. ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന LDCക്ക് വേണ്ടി അപേക്ഷിക്കാൻ പോകുന്ന എല്ലാവരും ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ല കേട്ടോ. നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റുകളും അതുപോലെ ക്വസ്റ്റ്യൻ സെറ്റുകളും ഒക്കെ ഗ്രൂപ്പിൽ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യണേ. അപ്പോൾ LDC അപേക്ഷിക്കുന്നവരുടെ ശ്രദ്ധിക്കുക, എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് നമുക്ക് നോക്കാം. വിവിധ വകുപ്പുകളിൽ LD ക്ലർക്ക് തസ്തികയിലേക്കുള്ള അപേക്ഷ സമർപ്പണം ആരംഭിച്ചു. ജനുവരി 3 വരെയാണ് അപേക്ഷിക്കാനുള്ള സമയം. അപേക്ഷിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ അറിയാം. ജില്ലാ തലത്തിലുള്ള നിയന്ത്രിതമായതിനാൽ ഏതെങ്കിലും ഒരു ജില്ലയിലായിരിക്കും മാത്രമേ അപേക്ഷിക്കാൻ സാധ്യമാകുകയുള്ളൂ. സ്വന്തം ജില്ലയിൽ അപേക്ഷിക്കുന്നവർക്ക് വെയിറ്റേജ് മാർക്കൊന്നും ലഭിക്കാത്ത സാഹചര്യത്തിൽ ഏത് ജില്ലയ്ക്കും അപേക്ഷ നൽകാം. സ്ഥിരമായി PSC പരീക്ഷ എഴുതുന്നവർ ഏത് ജില്ല തിരഞ്ഞെടുക്കണമെന്ന കാര്യത്തിൽ ഏകദേശ ധാരണ ഉണ്ടാകും. ചിലർ കൂടുതൽ നിയമനം നടക്കുന്ന ജില്ല തിരഞ്ഞെടുക്കുമ്പോൾ മറ്റു ചിലർ മത്സരം കുറഞ്ഞ ജില്ലകളായിരിക്കും തിരഞ്ഞെടുക്കുക. പ്രധാനമായി ശ്രദ്ധിക്കേണ്ടത് നിയമനം ലഭിക്കുന്ന ജില്ലകളിൽ നിന്ന് 5 വർഷം കഴിയാതെ മാറ്റം അനുവദിക്കില്ലെന്നാണ്. 5 വർഷത്തിന് ശേഷം ജില്ലാ മാറ്റം ലഭിച്ചാലും പുതിയതായി എത്തുന്ന ജില്ലയിൽ ഈ തസ്തികയിലെ ഏറ്റവും ജൂനിയർ മാത്രമേ പ്രവേശിക്കാൻ കഴിയുള്ളൂ. ഇക്കാര്യം വിലയിരുത്തിയ ശേഷം മാത്രമേ വിവിധ സാധ്യതകൾ ആലോചിക്കാവൂ. കൂടുതൽ നിയമനം എവിടെ? ജനറൽ വിഭാഗം ഉദ്യോഗാർത്ഥികൾക്ക് കൂടുതൽ നിയമനം നടക്കുന്നതോ മത്സരം കുറഞ്ഞതായോ ജില്ല തിരഞ്ഞെടുക്കാം. നിലവിൽ ലിസ്റ്റിൽ ഏറ്റവും കൂടുതൽ നിയമന ശുപാർശ നടന്നിരിക്കുന്നത് തിരുവനന്തപുരം ജില്ലയാണ്, 647. എറണാകുളം, മലപ്പുറം ജില്ലകളിൽ 500-ലധികം പേർക്ക് നിയമന ശുപാർശ ലഭിച്ചിട്ടുണ്ട്. നിയമന ശുപാർശ ഏറ്റവും കുറവ് കാസർഗോഡ് ജില്ലയിലാണ്, 186. 2016 വിജ്ഞാപന പ്രകാരം കൂടുതൽ നിയമനം നടന്ന തിരുവനന്തപുരം ജില്ലയിൽ തന്നെയാണ്, 1430. കുറവ് വയനാട് ജില്ലയിൽ 358. കട്ട് ഓഫ് നിർണായകമാകുമോ? 2011 വിജ്ഞാപന പ്രകാരം പരീക്ഷയുടെ കട്ട് ഓഫ് മാർക്ക് ഏറ്റവും കുറഞ്ഞ ജില്ല ആലപ്പുഴയായിരുന്നു, 48.67. കൂടിയ കട്ട് ഓഫ് മാർക്ക് തൃശ്ശൂർ, കണ്ണൂർ ജില്ലകളിൽ 55.33. കഴിഞ്ഞ തവണ പ്രിലിമിനറി മെയിൻ പരീക്ഷകൾ നടത്തതിനാൽ കട്ട് ഓഫ് മാർക്ക് വലിയ രീതിയിൽ വർദ്ധിച്ചില്ല. ഇതൊരു തൊട്ടു മുൻപുള്ള 2016 വിജ്ഞാപനത്തിലെ ഏറ്റവും കൂടിയ കട്ട് ഓഫ് മാർക്ക് തിരുവനന്തപുരം ജില്ലയായിരുന്നു, 76.33. കുറവ് പത്തനംതിട്ട ജില്ലയിൽ 48.33. ആലപ്പുഴ, ഇടുക്കി, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിൽ 70-ന് മുകളിലായിരുന്നു കട്ട് ഓഫ് മാർക്ക്. സംവരണ വിഭാഗക്കാർക്കോ? സംവരണ ഉദ്യോഗാർത്ഥികൾ തങ്ങളുടെ സമുദായങ്ങൾക്ക് ഏറ്റവും കുറവുള്ള ജില്ല നോക്കി അപേക്ഷിക്കുന്നത് നല്ലതാണ്. ഈ നാടാർ, ഹിന്ദു നാടാർ വിഭാഗർക്ക് ഏറ്റവും കൂടുതൽ തിരുവനന്തപുരം ജില്ലയാണ്. ഈ വിഭാഗം കുറഞ്ഞുള്ള വടക്കൻ ജില്ലയിൽ അപേക്ഷിക്കുന്നത് ലിസ്റ്റിൽ ഉൾപ്പെട്ടവയുള്ള സാധ്യത വർദ്ധിപ്പിക്കും. നിലവിൽ റാങ്ക് ലിസ്റ്റിൽ നിയമന ശുപാർശ പരിശോധിച്ചാൽ ഹിന്ദു നാടാർ വിഭാഗത്തിൽ സപ്ലിമെൻ്ററി ലിസ്റ്റിൽ 3-ാം റാങ്ക് വരെയുള്ളവർ മലപ്പുറം ജില്ലയിലും നിയമനം നേടിയിട്ടുണ്ട്. നാടാർ വിഭാഗത്തിൽ കോഴിക്കോട് ജില്ലയിൽ സപ്ലിമെൻ്ററി ലിസ്റ്റും 1-ാം റാങ്ക് വരെയുള്ളവർ നിയമനം ഇതുപോലെ വിവിധ ജില്ലകളിൽ നിയമന ശുപാർശ ലഭിച്ചിട്ടുണ്ട്. ഇനി തലസ്ഥാനമായാലോ? 2013, 2016, 2019 വിജ്ഞാപന പ്രകാരം തയ്യാറാക്കിയ LD ക്ലർക്ക് ലിസ്റ്റുകൾ പരിശോധിച്ചാൽ തിരുവനന്തപുരം ജില്ലയാണ് ഏറ്റവും കൂടുതൽ നിയമന ശുപാർശ നടന്നതെന്ന് വ്യക്തമാക്കും. 2013 1842 പേർക്കും, 2016 1130 പേർക്കും, 2019 585 പേർക്ക് നിയമന ശുപാർശ ലഭിച്ചു. ഇത്തവണ ഇതേ വ്യത്യാസം വരാൻ സാധ്യതയില്ല. സാഹചര്യത്തിൽ കടുത്ത മത്സരം നേരിടാൻ തയ്യാറായിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ തിരുവനന്തപുരം ജില്ലയുടേതായിരിക്കും. അപ്പോൾ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ LD ക്ലർക്ക് വേണ്ടി അപേക്ഷിക്കുമ്പോൾ, അതായത് PSCയുടെ ഏറ്റവും ഗ്ലാമറസ് പോസ്റ്റുകളിൽ ഒന്നാണ് ഈ LD ക്ലർക്ക് എന്ന് പറയുന്നത്. ഏറ്റവും കൂടുതൽ നിയമനങ്ങൾ നടക്കാൻ സാധ്യതയുള്ള പോസ്റ്റാണ്. അപ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ ഏത് ജില്ലയിലാണോ അപേക്ഷിക്കുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ എറണാകുളം ജില്ലയിലാണ് അപേക്ഷിക്കുന്നതെങ്കിൽ, എറണാകുളം ജില്ലയിൽ ലിസ്റ്റിൽ വന്ന് എനിക്ക് ജോലി കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ജില്ല, ഞാൻ ചിലപ്പോൾ ഞാൻ വച്ചേക്കുന്ന ജില്ല എറണാകുളം, ഞാൻ ചിലപ്പോൾ താമസിക്കുന്നത് പാലക്കാട് ജില്ലയിലുമായിരിക്കും. പക്ഷേ നമ്മൾ എറണാകുളത്ത് തന്നെ ജോലി ചെയ്യേണ്ടി വരും. അതും 5 വർഷം തന്നെ ചെയ്യണം, നിർബന്ധമാണ്. 5 വർഷം കഴിഞ്ഞ് ട്രാൻസ്ഫർ മേടിച്ചിട്ട് നമുക്ക്, ഞാൻ സ്ഥിരമായിട്ട് താമസിക്കുന്ന പാലക്കാട്ടേക്ക് വേണമെങ്കിൽ പോകാം. പക്ഷേ പാലക്കാട്ടേക്ക് പോകുമ്പോൾ 5 വർഷത്തെ എക്സ്പീരിയൻസ് പരിഗണിക്കില്ല. നമ്മൾ ജൂനിയർ ആയിട്ട് വേണം പാലക്കാട്ടേക്ക് പോകാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ വീട്ടിൽ നിന്ന് മാറി നിൽക്കാൻ ബുദ്ധിമുട്ടുള്ള ഉദ്യോഗാർത്ഥികളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ നാട്ടിൽ, നിങ്ങളുടെ ജില്ല ഏതാണോ അവിടെ തന്നെ വയ്ക്കാൻ ശ്രമിക്കുക. അതല്ല വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്നതിൽ മറ്റ് ബുദ്ധിമുട്ടുകളൊന്നുമില്ല. ഏറ്റവും കൂടുതൽ നിയമനം ലഭിക്കുന്ന ഏതെങ്കിലും ജില്ല വയ്ക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാവുന്നതാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ നിയമന സാധ്യത തിരുവനന്തപുരം ജില്ലയ്ക്കാണ്. പക്ഷേ തിരുവനന്തപുരം ജില്ലയുടെ പ്രത്യേകത, ഏറ്റവും കൂടുതൽ നിയമന സാധ്യത തിരുവനന്തപുരത്ത്. അത് 2013, 2016 1000-ന് മുകളിൽ നിയമനങ്ങളും, 2019
500 സംതിങ് നിയമനങ്ങളുമാണ് ഈ ഒരു തിരുവനന്തപുരം ജില്ലയിൽ ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് കട്ട് ഓഫ് ഈ ഒരു സമയത്ത് 70-ന് മുകളിലായിരുന്നു ഈ 3 തവണയും. അതുകൊണ്ട് തന്നെ എന്താണ്, ഏറ്റവും കൂടുതൽ കട്ട് ഓഫ് തിരുവനന്തപുരത്ത് തന്നെയായിരിക്കും, ഏറ്റവും കൂടുതൽ കോമ്പറ്റീഷൻ തിരുവനന്തപുരത്തായിരിക്കും, ഏറ്റവും കൂടുതൽ ജോലി സാധ്യതയും തിരുവനന്തപുരത്തായിരിക്കും. ഏറ്റവും കുറവൊക്കെ സാധ്യത വരുന്നത് വയനാട് ജില്ലയിലൊക്കെ, പത്തനംതിട്ട ജില്ലയിലൊക്കെ നിയമനങ്ങൾ, പത്തനംതിട്ട ജില്ലയില്ല, വയനാട് ജില്ലയിൽ നിയമനങ്ങൾ കുറവാണ്. എറണാകുളം ഈ പറഞ്ഞ പോലെ അത്യാവശ്യം നിയമനങ്ങളുള്ള ഒരു ജില്ലയാണ് എറണാകുളം ജില്ല എന്ന് പറയുന്നത്. അപ്പോൾ കൃത്യമായിട്ട് അപേക്ഷിക്കുന്നവർ ഒരു തവണ അപേക്ഷിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്കത് മാറ്റാൻ സാധിക്കില്ല എന്ന് ഓർക്കുക. അപ്പോൾ കൃത്യമായിട്ട് ഈ ഒരു കാര്യം മനസ്സിൽ വെച്ചുകൊണ്ട് കൃത്യമായിട്ട് നിങ്ങളുടെ ജില്ല തിരഞ്ഞെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക.